അങ്ങനെ ഏറെ നാളായിട്ട് നമ്മൾ കാത്തിരുന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കൈനറ്റിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയ EV ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് കൈനറ്റിക് DX EV എന്നാണ്. ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 1984 നമ്മൾ കൈനറ്റിക് ഹോണ്ട നമുക്ക് വളരെ ഫേമസ് ആയ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ വളരെ ആഗ്രഹിച്ച് ഓടിക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിച്ച വണ്ടിയാണ് കൈനറ്റിക് ഹോണ്ട. അതേ ഡിസൈനിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് ഈ പുതിയ വണ്ടി വന്നിരിക്കുന്നത്. കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, സെയിം കമ്പനി തന്നെയാണ്. അപ്പോൾ ഇത്ര നാൾ IC എഞ്ചിൻസിലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു EV സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കൈനറ്റിക് DX തന്നെ ലോഞ്ച് ആയിരിക്കുകയാണ്. നമ്മൾ കൈനറ്റിക് ഹോണ്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പോപ്പുലറായ വണ്ടിയാണ്. അത് 1984 നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഭയങ്കര പോപ്പുലറായ വണ്ടിയാണ്. ആ വണ്ടി ഓടിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. കാരണം അത്രയും സിമ്പിളാണ് ഓടിക്കാൻ. കാരണം ആ വണ്ടി കോമ്പറ്റ് ചെയ്യുന്നത് ബജാജ് ചേതക്കും അല്ലെങ്കിൽ സണ്ണിയൊക്കെ ആയിട്ടാണ് കോമ്പറ്റ് ചെയ്തത്. അപ്പോൾ ബജാജ് ചേതകിൻ്റെ കേസ് നമുക്കറിയാം, കയ്യിലാണ് നമ്മുടെ ഗിയർ, അതുപോലെ കാലിലാണ് ബ്രേക്ക്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു ഹോണ്ട ആക്റ്റീവ ഓടിച്ച് നടക്കുന്ന അതേ ഒരു ഈസിനെസ്സോടെ അന്നേരം ഓടിച്ച് നടക്കാൻ സാധിക്കുന്ന വണ്ടിയെന്ന് കൈനറ്റിക് ഹോണ്ട. ആ സമയത്ത് ഹോണ്ട ആക്റ്റീവ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉണ്ടായിരുന്നത് സണ്ണി മാത്രമാണ്. അപ്പോൾ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന വണ്ടി, ഡെയിലി യൂസ് വണ്ടി, ഭയങ്കര ഒരു സ്പേഷ്യസ് ആയ വണ്ടിയാണ്. ഭയങ്കര കുറേ നല്ല നല്ല കാര്യങ്ങളുള്ള വണ്ടിയാണ് ഹോണ്ട, അത് കൈനറ്റിക് ഹോണ്ട. അപ്പോൾ അതിൻ്റെ ഒരു സെയിം വണ്ടിയാണ് EV സെഗ്മെൻറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഇലക്ട്രിക്കിൻ്റെ കൈനറ്റിക് ഹോണ്ട ലോഞ്ച് ആയിരിക്കുകയാണ്. പേര് വന്നിട്ട് കൈനറ്റിക് DX EV. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനലുമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അവനെ ബെല്ലൈക്കൻ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. കൈനറ്റിക് ഹോണ്ട എന്ന വണ്ടിയെക്കുറിച്ച് നമ്മളാരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 80-90 കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ വളരെ ഫേമസ് ആയ വണ്ടിയാണ് കൈനറ്റിക് ഹോണ്ട. ആ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇത്രയും പോപ്പുലറായ വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വളരെ എളുപ്പത്തിൽ കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ പവർ പറയുകയാണെങ്കിൽ 100 cc ഒരു വെഹിക്കിളായിരുന്നു. നമുക്ക് 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കും, അതിന് മാത്രമല്ല കംപ്ലീറ്റ് ഒരു മെറ്റൽ ബോഡി പാനൽസിലാണ് വണ്ടി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സോളിഡ് ബിൽഡ് വണ്ടിയായിരുന്നു. പിന്നെ വെയിറ്റും കുറവായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുനടക്കുന്ന വണ്ടിയായിരുന്നു കൈനറ്റിക് ഹോണ്ട. അപ്പോൾ ഫൈനലി അവരുടെ ഭാഗത്ത് ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് ആദ്യമായിട്ട് വണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് വന്നിട്ട് കൈനറ്റിക് DX EV എന്നാണ്. അങ്ങനെ കുറേ നാൾ നമ്മൾ കാത്തിരുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കൈനറ്റിക് ഹോണ്ട കുറേ നാൾ മുന്നേ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി IC എഞ്ചിൻ സെഗ്മെൻറ്റ്സിന് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആണ്. കംപ്ലീറ്റ് കാര്യം നോക്കുന്നുണ്ട്, അതിൻ്റെ പവർ എല്ലാ കാര്യം പറയുന്നുണ്ട്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ആദ്യമേ ഡിസൈൻ ഒന്ന് കമ്പയർ ചെയ്യാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ പഴയ വണ്ടിയുടെ അതേ ഡിസൈൻ തന്നെയാണ്. അത് 1984 ഇറങ്ങിയ ഹോണ്ട ആക്റ്റീവയുടെ അതേ ഒരു കോപ്പിയായിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസ് എന്താ വെച്ചാൽ നമുക്ക് LED സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലാംപ്സും ടെയിൽ ലാംപ്സും LED ആണ്. അത് മാത്രമല്ല കൈനറ്റിക്കിൻ്റെ പുതിയ ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇലുമിനേറ്റഡ് ടൈപ്പ് ഒരു ലോഗോ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സെയിം തന്നെയാണ്. പിന്നെ പണ്ടത്തെ വണ്ടി പോലെ കംപ്ലീറ്റ് മെറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് ഫൈബർ പാർട്സ് വന്നിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ബോഡി പാനൽസ് വന്നിട്ട് മെറ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ്ലി സോളിഡ് ബിൽഡ് വണ്ടിയായിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് ചേതകോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചേതക്ക് കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ ബോഡി ആണെങ്കിൽ ഈ വണ്ടിക്കകത്ത് കുറച്ച് ഫൈബർ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കെന്ത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ഓൾറെഡി സബ്ജക്റ്റീവ് ആയിട്ടാണ് പറയാറുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാം. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം പണ്ടത്തെ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടായിരിക്കാം. നമ്മളതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വരുന്നത് TFT നോൺ ടച്ച് ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം റീസണബിൾ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അധികം ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. മോസ്റ്റ് എസെൻഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ വണ്ടി കീലെസ് എൻട്രി ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പിൻ സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്പർ ലോക്ക് വെച്ച് നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ IC എഞ്ചിൻസിൽ കൈനറ്റിക് ഹോണ്ട നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വണ്ടിക്കകത്ത് നമുക്ക് ഒട്ടും ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റോറേജ് സ്പേസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ലഗേജ് കാര്യം സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കൈനറ്റിക് ഹോണ്ട വന്നിട്ട് ഇലക്ട്രിക് സെഗ്മെൻറ്റ് വന്നപ്പോൾ 37 ലിറ്ററിൻ്റെ ഒരു മാസീവ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് 2 ഹെൽമെറ്റ്, അത് ഹാഫ് ഫേസ് ഹെൽമെറ്റ് കംപ്ലീറ്റ് വെച്ചാലും കുറച്ചും കൂടി സ്പേസ് നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ അത്രയും ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ്, 37 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. അടുത്തുള്ള ബാറ്ററി കേസ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ആക്ച്വലി ഡിസപ്പോയിൻ്റ് ആകുന്നത്. ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് 2.6 kW LFP, അതായത് ലിഥിയം ഫോസ്ഫേറ്റിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത്. നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററി വന്നിട്ടുള്ളത്. അപ്പോൾ 2.6 kW ആക്ച്വലി എനിക്കത് കുറച്ച് കുറവായിട്ട് തോന്നി. മിനിമം ഒരു 3 kW ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു റേഞ്ച് അതിനനുസരിച്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും 2.6 kW നോൺ റിമൂവബിൾ ടൈപ്പ് ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അത് അടുത്ത നമ്മൾ മോട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് തന്നിട്ടുള്ളത് BLDC ഹബ് മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഒരു PMSM മോട്ടർ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, BLDC മോട്ടർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞ് കേട്ടു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ BLDC മോട്ടർ കുറച്ച് പവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് റേഞ്ചിൽ വന്നിട്ട് തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ റൈഡ് മോഡ്സ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വരുന്നത് 3 റൈഡ് മോഡ്സ് ആണ്. റേഞ്ച്, പവർ, ടർബോ. അങ്ങനെ 3 റൈഡ് മോഡ്സാണ് വണ്ടിക്ക് വരുന്നത്. അത് കൂടാതെ നമുക്ക് വണ്ടിക്കകത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്.
ഈ വണ്ടി വരുന്ന 2 ഓപ്ഷൻസിലാണ് DXും DX പ്ലസും. അപ്പോൾ ഈ 2 മോഡൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ DX എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓഫ് ബോർഡ് ചാർജർ വരുന്നത്, നേരെ മറിച്ച് DX പ്ലസ് ആകുമ്പോൾ നമുക്ക് ഇൻബിൽഡ് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള മാറ്റങ്ങൾ റേഞ്ചിലും ടോപ്പ് സ്പീഡിലും അതുപോലെ മോട്ടറിൻ്റെ പവറിലുമാണ്. നമ്മൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ DX, അതായത് ബേസ് വേരിയൻറ്റിൻ്റെ റേഞ്ച് പറയുന്നത് 102 കിലോമീറ്റർ IDC റേഞ്ച് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ DX പ്ലസ് ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 114 കിലോമീറ്ററാണ് IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 80 കിലോമീറ്റർ നമുക്ക് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത നമ്മൾ മോട്ടറിൻ്റെ പവർ പറയുകയാണെങ്കിൽ 4.7 കിലോ വാട്ടിൻ്റെ BLDC മോട്ടറാണ് DX ബേസ് വേരിയൻറ്റ് വരുന്നത്. നേരെ മറിച്ച് DX പ്ലസ് ആകുമ്പോൾ 4.8 ആവും. 0.1 കിലോ വാട്ടിൻ്റെ വേരിയേഷൻ വന്നിട്ടുള്ളത്. എന്തിനും അങ്ങനെ ഒട്ടും അറിയില്ല. 0.1 എന്നുള്ളത് വളരെ നെഗ്ലിജിബിൾ ആണ്. രണ്ടും സെയിം കൊടുക്കാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 0.1ൻ്റെ വ്യത്യാസത്തിലാണ് DX പ്ലസ് വരുന്നത്. അടുത്ത നമ്മൾ ടോപ്പ് സ്പീഡ് പറയുകയാണെങ്കിൽ അവിടെയും ചേഞ്ച് ഉണ്ട്. 80 km/h ആണ് ടോപ്പ് സ്പീഡ് ബേസ് വേരിയൻറ്റ് DX വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ടോപ്പ് എൻഡ് വേരിയൻ്റായ DX പ്ലസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 90 km/h ആണ് ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ 0 to 80% അച്ചീവ് ചെയ്യാൻ വേണ്ടി 3 മണിക്കൂർ എടുക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അടുത്ത നമ്മൾ സസ്പെൻഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വന്നിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. നേരെ മറിച്ച് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സസ്പെൻഷനാണ് വരുന്നത്. ഇപ്പോൾ ബ്രേക്ക് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 220 mm ഡിസ്കും ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ വീൽസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മൾ ഫീച്ചേഴ്സ് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ DX പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻ്റ് അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്കൊരു ഫൈൻഡ് മൈ സ്കൂട്ടറിന് ഓപ്ഷൻ വരുന്നുണ്ട്, ആൻറ്റി തെഫ്റ്റ് അലാറം വരുന്നുണ്ട്, ജിയോ ഫെൻസിങ് വരുന്നുണ്ട്, പിന്നെ റൈഡ് ഹാബിറ്റ് ഡാറ്റ അനലൈസിങ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ബേസ് വേരിയൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് DX പ്ലസ് ആണ് കുറച്ചും കൂടി ഒരു കുറച്ച് ഫീച്ചേഴ്സ് കൂടുതൽ കാണിക്കാനായിട്ടാണ് തോന്നുന്നത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കാരണം ചെറിയ 0.1ൻ്റെ മോട്ടറിൻ്റെ പവർ കൂടുതലും അതുപോലെ റേഞ്ച് കൂടുതലും അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ DX പ്ലസ്സിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അപ്പോൾ ഫൈനലി എല്ലാ കാറിൻ്റെ പ്രൈസാണ്. നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,11,499 ആണ് എക്സ്ഷോറും വില വരുന്നത്. നേരെ മറിച്ച് ടോപ്പ് എൻഡ് വേരിയൻ്റായ DX പ്ലസ് നോക്കുകയാണെങ്കിൽ 1,17,499 വരുന്നത്. അപ്പോൾ പ്രൈസ് വൈസ് ആക്ച്വലി ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ്. കാരണം നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ മോട്ടറിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോട്ടറിൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിലോ ബാറ്ററി നോക്കുകയാണെങ്കിലോ എല്ലാം നോക്കുമ്പോൾ ഒരു ഡൗൺ ഗ്രേഡഡ് ഒരു മോഡലായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇതിൽ നല്ല ഓപ്ഷൻസ് മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തിനാണ് വണ്ടി ഇറക്കുന്നത് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ എന്ന് ലോഞ്ച് ആവും കേരളത്തിൽ നിന്ന് അറിയില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്ന നമുക്ക് വീഡിയോ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം ഏറ്റവും ബെറ്റർ വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഈ ഒരു റേഞ്ച് ഈ റേറ്റിനും നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കിപ്പം ഏതറിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ബജാജ് ഉണ്ട്, അല്ലെങ്കിൽ ഓല വരെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ബെറ്റർ ഓപ്ഷൻ തോന്നുന്നില്ല. കാരണം ഈ ഒരു 1,17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഹബ് മോട്ടറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ തോന്നുന്നില്ല. മാത്രമല്ല 2.6 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി ബാക്കാണ് വരുന്നുള്ളൂ. അപ്പോൾ റേഞ്ച് വൈസ് നമുക്കൊരു 80 അല്ലെങ്കിൽ 100 കിലോമീറ്റർ താഴെ റേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ റിയൽ വേൾഡ് റേഞ്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ വണ്ടി തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു വിലയ്ക്ക് ആക്ച്വലി വെർത്തായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.